ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കാറിലിങ്ങനെ കാറിൻ്റെ ഡിക്കിയിൽ ഇങ്ങനെ കുത്തിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി രണ്ടാ ഹാൻഡ് കഫ് ഇട്ട് കുത്തിരിക്കും. അപ്പോൾ നമ്മളെ ഫാറ്റ് പറയുമെങ്കിൽ ഒന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും തിന്നിക്കോ അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടെണ്ണം കച്ചറ ഉണ്ടാക്കിയിട്ട് കായ് റോളൊക്കെ എടുത്തെടുക്കും. അപ്പോൾ ഫാറ്റ് തന്നെ പറയും എന്താ, ഫാറ്റ് അല്ല സോറി പാട്ട് പറയും 2 മണിയൊക്കെ ആയില്ലേ കറക്റ്റ് ടൈമിനൊന്നും എനിക്ക് പോലീസ് ആയതുകൊണ്ട് കഴിക്കാൻ കഴിയില്ല. ഈ ഒരു റൈറ്റർ ആയതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കഴിക്കാൻ കഴിഞ്ഞേക്കാം. നമുക്ക് ചിലപ്പോൾ 5 മിനിറ്റിനുള്ളിലേക്കും ഇതാളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിങ്ങും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനെ തിന്നിയാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രൈ ചെയ്യും. ഓനങ്ങനെ എന്തൊക്കെ കാട്ടി തിന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കുറേ ആൾക്കാരെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഒരാളെ കിട്ടിയിട്ട് ഫാട്ടിനെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ കോംക്രാറ്റ് എന്ന് പറഞ്ഞ ചങ്ങായിനെ കാണാനില്ല, കുറേ ദിവസമായി കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആയിക്കോട്ടെ ഞാൻ ഒന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരാട്ട് പോകും. അങ്ങനെ കായിനെയും കൊണ്ടിട്ട് ഒരു ആട്ട് ചെന്ന് നോക്കുമ്പോൾ കായ് പറയും എനിക്ക് ഞാൻ പെട്ടെന്ന് പാഞ്ഞടത്താൻ വേണ്ടി പോയിക്കും. അപ്പോൾ കായ് എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുണ്ട് ചോദിക്കാന്ന് പറയും. അപ്പം എനിക്ക് സമയമൊന്നുമില്ല, കറക്റ്റ് സമയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങായിനെ കൊണ്ടിട്ട് ചോദിക്കാൻ കൊണ്ടുപോകും. ചോദിക്കാൻ പോകുമ്പോൾ തയ്ക്കുക അറിയുമ്പോൾ പറയാം ഇങ്ങനെയാണ് മൂത്രച്ചാതി, അങ്ങനെ മൂത്രയ്ക്കുക അറിയുമ്പോൾ നിനക്ക് രണ്ടാളവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഓപ്പോസിറ്റ് നിന്നിട്ട് ചങ്ങായി ചോദിക്കേ ഇപ്പം ഇപ്പുറത്ത് തിരിഞ്ഞിക്കുക. ഇപ്പം പറഞ്ഞേ ഇതിപ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ ഈ ഇപ്പോൾ രണ്ടിനാണെങ്കിൽ അങ്ങനെയാണ്, അതാ ഇല്ലല്ലോ ഈ ഇതിപ്പോൾ എല്ലാവരും നോക്കാറ് അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് ഇടങ്ങേറാക്കുക. ലൈക്ക് ഒരുപാട് മര്യാദയ്ക്ക് ചോദിക്കാൻ പോലെ ഒരു സമയം ഇത് പ്രാഥമിക ശുശ്രൂഷ പോലും ലൈക്ക് മലയാളത്തിൽ അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനത്തിന് പോലും സമ്മതിക്കാത്തൊരു പോലീസുകാരനായിട്ട് സ്ഥലപ്പെട്ട. അങ്ങനെ രണ്ടാളും വീട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ട് വന്ന് പോയി നോക്കും. ഫാട്ട് പോയി നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ പറയും ഇജ്ജ് കാരണമാണ് ഇതിപ്പോൾ ഇത്ര നേരം വൈകി അങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇജ്ജ് കാരണമാണ് നമുക്ക് ചിലപ്പോൾ ഇനി ബോഡി ഇട്ടാൻ പോകണമെന്നും പറയും. അപ്പോൾ പറഞ്ഞേ ചോദിക്കും ഞാൻ എന്ത് കാട്ടാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ട് ചാടാൻ പറയും. ഞാൻ ചാടാൻ കഴിയും. അപ്പോൾ ഞാൻ മതിൽ ചാടാൻ പറയും. എന്നിട്ട് രണ്ടെണ്ണം കൂടെ ചാടും. ഇതിൽ പോയി നോക്കുമ്പോൾ വീട്ടിൽ കയറാൻ നിൽക്കുമ്പോൾ ചങ്ങായി പറയും നമ്മളെ കായ് പറയും എത്ര സുഖമല്ല എൻ്റെ തലക്കെല്ലാം കൊണ്ട് വെക്കാൻ, ഞാൻ ഇത് മാങ്ങ കാരണതെല്ലാം നടക്കുന്നത് കൊലപാതകം നടക്കുന്നത് കാണാൻ എൻ്റെയൊക്കെ വിചാരം എന്ന് പറയും. അപ്പോൾ കാറ്റ് പറയും എന്നെക്കാട്ടെ ഞാൻ എന്താ വിചാരിച്ചെന്ന് നല്ലോണം അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി കയ്യിൽ മറ്റേ അങ്ങോട്ട് മതിൽ ചാടുമ്പോൾ അങ്ങോട്ട് ഊരി കൊടുത്തിനോ അത് പിന്നെ എടുത്തിടും. എന്നിട്ട് പോയി ഓനാളങ്ങനെ തപ്പാൻ നിൽക്കുമ്പോൾ കായ് ചുമ്മാ തൊടുമ്പോഴേക്കും വായിൽ തുറന്ന് നോക്കും. അങ്ങനെ മെല്ലെ അതിലേക്ക് കയറുമ്പോൾ ബാറ്റ് ലൈറ്റൊക്കെ ഇട്ട് ടേച്ചൊക്കെ പോയേ കണ്ടു വയ്ക്കും. ഇപ്പോൾ കാര്യങ്ങൾ ലൈറ്റൊക്കെ കിട്ടും, ഇത്രയും റേറ്റുള്ള സമയത്ത് കിട്ടേച്ച് പോയിക്കും. അപ്പോൾ പൈസക്കാരൊക്കെ കെട്ടിച്ച് പോകുന്ന പറയും കായ്. അപ്പം കായ് ചോദിക്കും സെക്രട്ടറിക്ക് 3 ദിവസമായിട്ട് വരെ കിട്ടിയിട്ടുള്ളൂ, ഇതിൻ്റെ ഫ്രൈഡേ കിട്ടി, ഇതിൻ്റെ 3 ദിവസമായി കിട്ടിയിട്ടില്ലല്ലേ ചോദിക്കും. അപ്പോൾ ഫാറ്റ് പറയും ഒറ്റയ്ക്കൊരു ഒരാൾ ഒറ്റയ്ക്ക് അങ്ങനെ എത്ര ദൂരം പോകും, എന്തായാലും 3 ദിവസമെങ്കിലും ആരും കാണാണ്ട് നിൽക്കുമ്പോൾ എന്തായാലും ആരെങ്കിലും സംശയം ഉണ്ടാക്കുമല്ലോ ചോദിക്കും. അപ്പോൾ കായ് ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഓർത്ത് വെക്കും. അന്ന് കണ്ട ആ ഒരു പിക്ചേഴ്സില്ലേ ഓനെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് മാങ്കയിലെ പോലെ നോക്കുകയാണെങ്കിൽ ബോഡി സെറ്റാക്കി വേണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളെന്തോ മറന്നിക്ക് പറഞ്ഞിട്ട് മാങ്കയിലെ അതിങ്ങനെ ആലോചിച്ചിട്ട് ലൊക്കേഷൻ ആലോചിച്ചിട്ട് പറയും ചിലപ്പോൾ അയാളെ ഗോഡൗണിലായിരുന്നു ആക്കിയിട്ടുണ്ടാവുക. മാങ്കയിൽ എക്സാക്ട്ലി ആണെങ്കിൽ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മളെന്തോ മറന്നിക്കുക. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഗോഡൗണിലായിരുന്നു നിക്രോസിൽ, അതുപോലെ ഗോഡൗണിൽ രണ്ടാമത്തെ പാടത്തായിരുന്നു അങ്ങനെയാണേലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ സാധനം ഡൗട്ട് ചെയ്യും. അങ്ങനെ ഡൗട്ട് ചെയ്തിട്ട് കായ് ഇങ്ങനെ പറയുമ്പോഴേക്കും ഫാറ്റ് വിളിച്ചിട്ട് പോലീസുകാരോടൊക്കെ പറയും ഈ അടുത്തുള്ള ഈ ലോയറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ വെയർ ഹൗസിൻ്റെ ഫോട്ടോസും എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോകും. അതുപോലെ തന്നെ അടുത്തുള്ള ലൊക്കേഷനിലൊക്കെ പോലീസുകാരെ പറയണമെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടാളും കൂടെ പോയി നോക്കുമ്പോഴേക്കും അത് ശരിക്കും 14ാമത്തെ ചാപ്റ്ററിലുള്ള പോലെ തന്നെയാണ് കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. അയാളെ തൂക്കിയിട്ടേക്കും. ഇത് കണ്ടിട്ട് ഒരുമാതിരി കായ് എന്തുവാ കായിനെ ഒരുമാതിരി നമുക്കുണ്ടാവില്ല ചൊര ഉണ്ടായി. ഞാൻ ചൊര കണ്ടാൽ തളർന്നു എനിക്കറിയാം കേട്ടോ, അങ്ങനെ ഊറ് കണ്ടില്ല, അങ്ങനെയല്ല കണ്ടില്ല, കാണാതിരിക്കട്ടെ. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അത്രയ്ക്കൊന്നുമില്ല. അവർക്ക് ഒരുമാതിരി ഒന്നാമത് ഓന് ഹാൻഡ്സെറ്റിൻ്റെ പ്രശ്നമല്ലോ, ഓന് ഒരുമാതിരിയായിട്ട് അവിടെ കുത്തിരിക്കും. അങ്ങനെ എല്ലാവരും വന്ന് ഇൻസ്പെക്ട് ചെയ്ത് മൊത്തം നോക്കിയേക്കും. എവിഡൻസൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഓരോ കൊളീഗ് വന്നിട്ട് ചോദിക്കും ഫാറ്റിനോട് ഫാറ്റ് ഇപ്പോഴും ഓനെ സസ്പെക്റ്റ് ആയിട്ട് തന്നെയാണോ കാണണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇല്ല, ഇത്രയും നേരം എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് അവൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പറയും. അങ്ങനെ ചെക്കൻ പോയിട്ട് ഫാറ്റ് വെള്ളം കൊണ്ടുവിടുന്ന വെള്ളം കുടിച്ചോന്ന് പറയും. ഈ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുക. എന്താ ആലോചിക്കുന്നത് ചോദിക്കും. കായ് വരും എനിക്ക് എന്തായാലും എനിക്ക് വീട്ടിൽ പോയി കുളിക്കണം പറയും.
ആ ശരി കേട്ടോ. ഞാൻ പോലും അതിനൊന്ന് സമ്മതിച്ചു ചെക്കൻ. എന്തായാലും തീരുമാനം സമാധാനമായില്ലേ. അപ്പം പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ ഒരുമാതിരി ആണ്ടെന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറഞ്ഞു സോറി, ഞാൻ അതിൻ്റെ മുമ്പ് ലോയർ ഇങ്ങനെ ബോഡി കിട്ടിയിട്ട് എനിക്ക് കാരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. സാറില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരും, പോയി ഛർദ്ദിക്കും. അങ്ങനെ അവിടെ പോയി ഛർദ്ദിച്ച് നോക്കി ജാരെ എന്നിട്ട് ഇങ്ങനെ പറയും, ഇജാരെയും കൊന്നില്ല, എൻ്റെ വർക്കിന് ആരോ കോപ്പി ചെയ്യാണ്, ഇപ്പം സംഭവിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഒരു ബന്ധവുമില്ല, നിങ്ങൾക്കറിയാം, ഈ കാരണമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഈ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുമായിരിക്കും, എൻ്റെ കൂടെ ആയിരിക്കും അവന് ഇപ്പം മുതൽ നിക്രോസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ സ്പെഷ്യൽ കൺസൾട്ടൻ്റായിട്ട് ഈ ഉണ്ടെന്ന് പറയും. അവന് അക്ക് മാത്രമേ ആരെയും ഈ കൊലപാതകത്തെ ആരാണ് കൊലപാതകി, എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ കോപ്പിയാണല്ലോ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഫാറ്റ് കായിനെ കൊണ്ടാക്കി ഇങ്ങോട്ട് പോയി. ഫാറ്റ് തിരിച്ച് പോയേ അപ്പം തന്നെ തിരിഞ്ഞ് വന്നിട്ട് സ്റ്റെയറിൽ നിന്ന് നോക്കിയിട്ട് എന്തോ ഒരുമാതിരി ഇത് വേറെ എന്തോ ഡൗട്ട് അപ്പോൾ തോന്നിപ്പോവും, ഉമ്മി ഇവന് മൾട്ടി ഡിസോർഡർ ഉണ്ടോ, പറയുമ്പോൾ സീക്രട്ട് അങ്ങനെ എന്തോ ഉണ്ടോ, അങ്ങനെ എന്തോ വിചാരിച്ചു, അമ്മക്ക് തന്നെ ഒരു മീൻ തോന്നിപ്പോവും. അങ്ങനെ ഓനിട്ടോ നടന്നു പോയി ഒരു ഉമ്മച്ചിനെ കണ്ടിട്ട്. അപ്പം അമ്മച്ചി ഒരു ഇജ്ജ് വന്നു വയ്ക്കും. അപ്പോൾ സോറി കേട്ടോ, ഞാൻ പൈസ അയച്ചില്ല, ഞാൻ ലേറ്റായി. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഈ അടുത്ത പ്രാവശ്യം അയച്ചാലോ, തിരക്ക് നോക്കണം അടച്ചാൽ. അപ്പം അങ്ങനെ അച്ഛനെ പോയി വർത്താനം പറയും. അച്ഛാ സോറി കേട്ടോ, എനിക്ക് കുറേ ദിവസമായി വരാൻ കഴിഞ്ഞില്ല, കുറേ ആയി ബിസി ആയിപ്പോയി, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് തുറച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് അച്ഛനോട് ഇങ്ങനെ ചോദിക്കും, അച്ഛൻ എങ്ങനെ ഉണ്ട്, നല്ലോണം ഉറങ്ങിയോ, നമുക്ക് റെഡി ആവണ്ടേ എന്നൊക്കെ അങ്ങനെ പറയുമായിരിക്കും. അങ്ങനെ കുറേ പ്രാരാബ്ദങ്ങളൊക്കെ കാണിക്കും. അതേപോലെ തന്നെ ഇതൊക്കെ ചങ്ങായി നമ്മളെ കായ് പോയതൊക്കെ നമ്മൾ ചങ്ങായി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വരെ വീട്ടിലാണ് കാണിക്കുക. നമ്മളെ ഫാറ്റിൻ്റെ വീട്ടിലാണെങ്കിൽ ഫാറ്റിൻ്റെ പെങ്ങളിത് കണ്ടിട്ട് ഇവനാണോ കില്ലറെന്ന് പറഞ്ഞിട്ടില്ലേക്ക് ഡൗട്ട് ചെയ്യുന്ന കുറേ കാരണങ്ങളിൽ അതൊന്ന് നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ വരയ്ക്ക് പൊയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കും. എന്നിട്ട് കായ്ക്കാണെങ്കിൽ മെസ്സേജ് വരും, ഓഫീസർ അടുത്ത സീരീസിൻ്റെ ഇതൊക്കെ അയച്ചുണ്ടാകും. അപ്പോൾ ഫാറ്റ് ഞാൻ അയച്ചുതരാം, ഞാൻ എന്തായാലും സീരീസ് ചെയ്തിട്ട് അയച്ചുതരാമെന്നൊക്കെ പറയും. പിറ്റേന്ന് രാവിലെ ഫ്രണ്ട് അവളെ മറ്റേ ഫാറ്റിൻ്റെ പെങ്ങളെ കാണിക്കുക. പെങ്ങളിങ്ങനെ ഫോണിലിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും, ഫ്രണ്ട് വന്നിട്ട് പറയും, എടാ നല്ല രസമുണ്ടെങ്കിൽ ആ സീരീസ് പറയലേക്ക് നമ്മളെ മിസ്റ്റേക്കിൽ നമ്മളെ കില്ല് ചെയ്തില്ലേ, നമ്മളെ കായ് ഏരിയ സീരീസ് നല്ല രസമുണ്ടൊക്കെ പറയും. അപ്പോൾ പറയും, ഞാനൊരു കാര്യം പറയട്ടെ, ആ സീരീസും നിക്രോസും തമ്മിൽ എഴുതിയത് ഒരാളെ പറഞ്ഞാൽ ഇങ്ങനെ വിശ്വസിക്കുമായിരിക്കും. അപ്പോൾ പറയും, ഞാൻ അങ്ങനെ വിശ്വസിക്കാനോ, മറ്റേത് എന്തൊരു സാധനം ഒരു സീരീസ് സീരിയൽ കില്ലറിൻ്റെ അത് ടച്ച് ഉണ്ട്, മറ്റേത് വേറെ ഭയങ്കര റൊമാൻറ്റിക് നല്ല ഫൺ ഒരു ഇതല്ലേ, അത് പറ്റി ഞാനങ്ങനെ വിശ്വസിക്കില്ല അങ്ങനെ പറയും. അങ്ങനെ നിൽക്കുമ്പോഴാണ് മൂന്നാമത്തെ കില്ലിങ് നടന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ടിം അറിയാം. അങ്ങനെ ടിം ഇത് ന്യൂസിലൊക്കെ അറിയിക്കും. അപ്പോൾ ടിം ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ പറയും, നമ്മളെ പെങ്ങളോട് പറയും, ഇങ്ങൾക്കൊക്കെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയാൽ പറയണമല്ലോ, പറയാമെന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആ ഒരു ന്യൂസ് ഇയാളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ ലോയർ ഈ പൈസക്കാരായിട്ടുള്ള ഭയങ്കര ക്രിമിനലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ രക്ഷിച്ച് വിടുന്ന ചങ്ങായിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇവർ ചെക്ക് ചെയ്ത് കിട്ടും. ന്യൂസിലൊക്കെ ഇങ്ങനെ ആ ഒരു കില്ലറിനെ ഭയങ്കര ഒരു ഹീറോയിക് ക്യാരക്ടറായിട്ടൊക്കെ പറയുന്നത്. ലൈക്ക് ടിം പറഞ്ഞാൽ ഭയങ്കര ഒരു TRPക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫെയിം അങ്ങനെ ആ ചങ്ങായിക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കും, പബ്ലിസിറ്റി കൊടുക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് കായ് ഇതൊക്കെ കണ്ടിട്ട് നമ്മളൊന്നും അവനോട് പറഞ്ഞിരിക്കണമല്ലോ, സ്പെഷ്യൽ കൺസൾട്ടൻ്റ് ഓഫീസറായിട്ട് എന്നെ വിളിച്ചിക്കണ് ഈ വരണം എന്നുള്ളത്, പാട്ടേക്ക് പോകാൻ നിൽക്കും. ഫാറ്റാണെങ്കിൽ ഫാറ്റിൻ്റെ മുയർന്ന ഒരു അങ്കിളിലേക്ക് അങ്ങനെയാണ് പറയുന്നത്. അങ്കിൾ പറയും, ഈ കേസ് കുറച്ച് റോങ് ആയിട്ടാണ് പോകണം, എനിക്ക് വേണത് മാറ്റി പിടിക്കണോ, വേറെ ആർക്ക് കൊടുക്കണോ ഒക്കെ ചോദിക്കുമ്പോൾ പറയും, ഇല്ല ഇത് ഞാൻ തന്നെ എടുക്കണം, എന്തായാലും ആൾക്കാർ എൻ്റെ അച്ഛനെയും ഭയങ്കര ക്രിമിനലായിട്ടാണ് കാണുന്നത്, ഞാൻ എന്തായാലും അങ്ങനെയൊക്കെ ആൾക്കാർ പറയും, പക്ഷെ എനിക്കെങ്കിലും നല്ല ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തണം, ഞാൻ എന്തായാലും ചെയ്തോളാം. അപ്പോൾ അങ്കിളും പറയും, എന്നെ ചെയ്ത് നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. പിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ തപ്പലേക്ക് ആരാണ് അങ്ങനെയാണ് ആ ക്ലൂ വെച്ചിട്ട് ഇങ്ങനെ മൊത്തം അങ്ങനെ നോക്കുമ്പോണ്ടോ ഒരു പെന്നുകൊണ്ട് വരച്ചൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിലിങ്ങനെ പറയുമ്പോൾ ചോദിക്കും, എന്താ പെന്നിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇല്ല, പിന്നെ പെണ്ണ് എന്തായാലും ലോയറിൻ്റെ അല്ല, അതൊക്കെ തപ്പിങ്ങനെ വരുമ്പോഴേക്കും നമ്മളെ കായ് കയറി വരിക. കായ് കയറി വരുമ്പോൾ ഫാറ്റ് പറയും, ഞാൻ ഞങ്ങൾക്ക് ഇത്രയും നേരം കാത്തു നീ ഇത് നോക്ക്, ഈ എവിഡൻസ് വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോ എന്ന് നോക്കുമല്ലോ. അങ്ങനെ ചങ്ങായി വന്ന് പോയി നോക്കുമ്പോൾ ഉണ്ടാവും അതിലൊരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ സെൻറ്റൻസ് ഇത് നിക്രോസിൽ ഒരു വിക്ടിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമാണ്, ഇതാരാന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്തായാലും എനിക്ക് കാണിച്ച് എനിക്ക് എന്തായാലും മനസ്സിലാവും, നിങ്ങൾ കാണിച്ചെന്നാൽ എനിക്ക് ഓർത്തിട്ട് പറയും. അങ്ങനെ അത് കാണിച്ചു കൊടുക്കും.
അത് നോക്കിയിട്ട് കായ് പറയും ആദ്യൊരു പൊളിറ്റീഷ്യൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിക്കണ്. ആ പൊളിറ്റീഷ്യൻ പറയുന്ന പോലെയാണ് ഈ ലൈൻസ് ഉള്ളത്. അയാളേക്കും 18th ചാപ്റ്ററിൽ ഉള്ള പോലെ ഇയാളേക്കും അടുത്ത വിക്ടിം എന്ന് പറയും. പിന്നെ ഞാൻ പറഞ്ഞു അതിന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ പറഞ്ഞു. നെക്രോസിൽ തന്നെ അങ്ങനെ തപ്പാൻ നോക്കുമ്പോൾ അതിൽ എൻ്റെ എങ്ങനെയാണ് കൊല്ലുക എന്നുള്ളത് നോക്കുമ്പോൾ ഒന്നും അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ പേപ്പറോ ഒന്നുമില്ല. ഒരു ബ്ലറായി കിടക്കേക്കും. കൈനോട് പറയും കൈക്ക് എന്തെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കാം, എനിക്ക് എന്തായാലും ഒന്നും കൂടി ഒന്ന് വായിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയേക്കും, ഞാൻ പറഞ്ഞുതരാറ്. അങ്ങനെ പൊളിറ്റീഷ്യൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനാണ് പോയി പെടാൻ പോകണമെന്നുള്ള അറിയാലോ. അടുത്ത വിക്ടിം അതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കച്ചറകൾ ചെയ്ത കുറേ ആൾക്കാരെ ഫോട്ടോസ് വെച്ച് ധാരാളം തപ്പിക്കും. ഇപ്പോൾ അത് ആരാന്നറിയില്ല ഏറ്റവും. അപ്പോൾ എന്തോരം ആൾക്കാർ എന്തൊക്കെയോ ചെയ്തിരിക്കണം, ഇപ്പോൾ തരില്ല കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രഷർ ചെയ്ത് നിൽക്കുമ്പോൾ പറയും എന്തായാലും കുഴപ്പമില്ല, ആരാ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളോ അങ്ങനെ ഓവർ ഇതായിട്ട് നിൽക്കണ ആരാന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് കണ്ടെത്താം. ഫാറ്റിൻ്റെ ക്ലോസ് കൊള്ളീഗില്ലേ അങ്ങേരിങ്ങനെ കുറേ തപ്പിയിട്ട് കണ്ടെത്തും. ആ ചങ്ങായി പറയും നമ്മളെ MP ആണ്. ചങ്ങായിൻ്റെ ഇടയ്ക്കൊരു ഡ്രഗ് കേസിൽ പെട്ടിക്ക് എനിക്ക് തോന്നുന്നു ഇവനാണെന്നുള്ളതിൽ. അങ്ങനെ ഇയാളാണെങ്കിൽ ഡ്രഗ് കേസിലൊക്കെ പെട്ടതിന് ശേഷം ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ നല്ല പുള്ളിയാന്നുള്ള രീതിയിൽ മറ്റേ ഇവരിൽ ആ തായ് ഭാഗത്തേക്കൊക്കെ മറ്റേ നന്നാവാൻ വേണ്ടി സന്യാസി ജീവിതം ദൈവത്തിൻ്റെ മാർഗത്തിലേക്കൊക്കെ പാതിച്ച് കള്ളസ്വാമി അങ്ങനെ കള്ളസ്വാമി വേഷം ഇട്ട് നടക്കുകയാണ് അങ്ങേര്. എല്ലാ ഇപ്പം എല്ലാവരും നല്ലവൻ എന്നുള്ളൊരു ഇതാക്കി നിൽക്കുകയാണ് ചങ്ങായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവന് ഡ്രഗ് കേസ് മാത്രമല്ല ഹറാസ്മെൻറ്റ് കുറേ ഇടങ്ങേറ് പിടിച്ച പരിപാടിയൊക്കെ ഇയാൾ ചെയ്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ വീഡിയോ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതേപോലെ തന്നെ ആ വീഡിയോയിൽ ചങ്ങായി എനിമീസ് ആ ഒരു ലൈനില്ലേ, എനിമീസ് ഗിവ് ദ സ്ട്രെങ്ത് ആൻഡ് കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയൊരു ലൈനുണ്ട്. അതേപോലെ ആ ഒരു നമ്മൾ നിക്രോസിൻ്റെ കില്ലർ എഴുതിയ പോലെ തന്നെ ആ ലൈനും പറയുന്നുണ്ടാവും. അപ്പോൾ ഉറപ്പായി ഇവൻ തന്നെയാണ് പോകുന്നതെന്നുള്ളതിൽ പകുതിയോളം ഉറപ്പായിട്ടോ. അങ്ങനെ അവർ പറയും എന്തായാലും ഓനെ വിളിച്ചിങ്ങനെ നോക്കുമ്പോണ്ടാവും ഓനാണെ ഫോൺ എടുക്കില്ല. അപ്പോൾ പറയും ചിലപ്പോൾ ഒന്ന് എടുത്തുണ്ടോയിണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ എടുക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ പോണ റോങ് വേയിലേക്കും, എന്തായാലും ഒന്ന് നമ്മൾ കെയർഫുൾ ആയിരിക്കാൻ പറയാം. അപ്പോൾ ചങ്ങായിനെ വിളിച്ച് പറയുമ്പോൾ ചങ്ങായി ആണെങ്കിൽ ഇന്നക്കാര് കിടത്താണ് ഞാൻ ഭയങ്കര അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈ ലെവൽ ഇതിൽ നിൽക്കേക്കും. അവൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മാസ് കാണിച്ചതിന് ശേഷം അവൻ്റെ ഗാർഡും പറയും കുറച്ച് സൂക്ഷിച്ചിട്ടോ, ഭയങ്കര ഇടങ്ങാറാണ് നിക്രോസ് കേസൊക്കെ നിങ്ങൾ കേൾക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ പറയും അതിന് ഈ എന്തിനാണ് നിൽക്കുന്നത്, എനിക്ക് സേഫ്റ്റി തരാൻ നിൽക്കല്ലേ, ഈ സേഫ്റ്റി തരില്ലേ, പോയി നല്ല മര്യാദയ്ക്ക് സേഫ്റ്റി തരാമെന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ രാത്രി പോലീസുകാരെല്ലാവരും കൂടെ കായും ഫാറ്റും എല്ലാവരും കൂടി ചങ്ങായി ഏടാള MP ഏടാളെ MPൻ്റെ വീട് ആ ഒരു മന്ദിർ എന്നൊക്കെ പറയില്ലേ അവിടെയൊക്കെ ചുറ്റിനും നിന്നിട്ട് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടും ആരാപ്പം ഈ കില്ലർ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടും അവിടെ വന്ന് നിൽക്കും. അപ്പോൾ അവരോട് എല്ലാവരും പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയണം, നിങ്ങൾ സേഫായിരിക്കണം, എന്തുണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെറർ. ലൈക്ക് ഒന്നാമതേ ചെക്കന് എന്തെങ്കിലും കേസ് ഉണ്ടെന്നെങ്കിൽ കണ്ടുപിടിക്കണം, ആ ഒരു നിരപരാധിത്വം തെളിയിക്കണം, ആ ഒരു വിക്ടിമിനെ രക്ഷിക്കണം. സ്നേഹം കൊണ്ടൊന്നല്ല, ആരായാലും അങ്ങനെ ഒരു ഇതില്ലേ, അങ്ങനെ കേസ് തിന്ന് ഉറങ്ങുക, ആ ഒരു ഉറക്കില്ല എന്നാലും ഒരു ബുജ്ജി ടൈപ്പാണ്. അപ്പോൾ ചെങ്ങായി അതിൻ്റെ ഇതിൽ നിൽക്കേക്കും. അതിൻ്റെ കൂടെ നമ്മളെ ഇഷ്ടപ്പെട്ട ചെക്കനുണ്ടെങ്കിൽ കൊള്ളാം. അങ്ങനെ അവിടുന്ന് രണ്ടാൾ മാത്രമേ കായും ഫാറ്റും മാത്രം വണ്ടിയിൽ കുത്തിരിക്കും. അപ്പം ചോദിക്കും വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പം ചോദിക്കും എനിക്ക് എന്തിനാണ് നിക്രോസ് എഴുതിയേ ചോദിക്കും. അപ്പോൾ അങ്ങനെ പറയണ്ട നിങ്ങൾ നിൽക്കുമ്പോൾ പറയാന്നുള്ള ഇതിൽ പറയും അതെന്തിനു പറയാം, എൻ്റെ ലൈഫിലുള്ള ഒരു കാരണം കൊണ്ടാണ് എൻ്റെ അച്ഛന് ഇൻവെസ്റ്റ്മെൻറ്റിലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ആൾക്കാർ പറഞ്ഞ് എൻ്റെ അച്ഛൻ കാരണമൊന്നുമല്ല, അച്ഛനോട് ഏറ്റെടുക്കാൻ പറയും. അങ്ങനെ അച്ഛൻ ഏറ്റെടുത്തിട്ട് എല്ലാവരുടെ പ്രശ്നം എൻ്റെ അച്ഛൻ്റെ തലയിലായി. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി കുറേ ആൾക്കാരടുത്ത് പോയിരുന്നു, MP-നോടും വക്കീലിനോടും. ഇപ്പം കൊലപ്പെട്ട ഒരുപാട് കാര്യങ്ങളില്ലേ, ഒരുപാട് വലിയ വലിയ ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ ആരും ഹെൽപ്പ് ചെയ്തില്ല. അപ്പം അന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താ തോന്നുക, ആ ഒരു ഏജിൽ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ചെയ്താന്ന് പറയും. ഇടയിൽ കൂടെ തന്നെ കാണി കിട്ടും. ലൈക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ചങ്ങായി ഒറ്റ കഴിക്കും, ഒരു മോനെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വീട് ലൈക്ക് ആ ഒരു പ്രശ്നത്തിൽ എന്തായാലും എല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ വീടിട്ട് കത്തിച്ച് ചാവാൻ വേണ്ടി നിൽക്കേക്കും. അങ്ങനെ രണ്ടാളും കൂടി എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നുണ്ട്. ഇവനും എൻ്റെ അച്ഛനും എങ്ങനെയോ രക്ഷപ്പെട്ട് അമ്മ മരിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ പറയും അതിൽ രക്ഷപ്പെടാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ ദുഷ്ടന്മാരൊക്കെ കൊന്നിട്ടുള്ളൊരു വലിയൊരു ഹീറോയിക് ക്യാരക്ടർ കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഫൈൽ പറയും റിയൽ ലൈഫിലും ഇങ്ങനെ നീതി കിട്ടേണ്ടത് ഇങ്ങനെ ഹീറോയിക് ക്യാരക്ടറിലൂടെ അല്ലാണ്ടല്ല അങ്ങനെയൊക്കെ
സപ്പോർട്ട് ചെയ്ത് വർത്താനം പറയും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരോ ചാടനെ കാണും. അതോടെ ആ എപ്പിസോഡ് തീരും. പിന്നീട് എക്സ്ട്രാ ആയിട്ടുള്ളൊരു സീനായിട്ട് കാണിക്കില്ല. അങ്ങനെ കാണിക്കുന്നതായിരിക്കും ഒരു രണ്ടാളുകൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുത്തിരിക്കുന്ന ആ ഒരു സീൻ. ഏതൊരു സ്ഥലത്ത് കുത്തിരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ പറയും ഇങ്ങനെ എന്താ ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുക്കും. പിന്നെ അങ്ങനെ നെറ്റിയിൽ ആ ഒരു മുറിയില്ലേ, ചെറിയ ക്യൂട്ട് സീനാണ്. ചെറിയ മുറി ഇങ്ങനെ ഇളകി കിടക്കുമ്പോൾ ആ ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കും. ആ ബാൻഡേഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ വിചാരിക്കും കൈ നല്ലവനാണല്ലോ, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ സീനോട് കഴിയും. അങ്ങനെ അവർ കൊണ്ടാക്കി കൊടുക്കുന്ന ആ സീൻ വരെ.